ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 36-ാമത്തെ സർഗം. ഹനുമാൻ മുദ്രമോതിരത്തെ പ്രദാനം ചെയ്യുന്നു. അങ്കുലീയക പ്രദാനം. ഭൂയയേവ മഹാതേജ ഹനുമാൻ മാരുതാത്മജ അബ്രവീപ്രക്ഷിതം വാക്യം സീതാവ്രത്യകാരണാത്. വായുപുത്രനും മഹാതേജസ്വിയുമായ ഹനുമാൻ സീതയ്ക്ക് കൂടുതൽ വിശ്വാസമുണ്ടാക്കുവാനായി വിനയപുരസ്സരം ഇപ്രകാരം പറഞ്ഞു. വാനരോഹം മഹാഭാഗേ ദൂതോ രാമസ്യ ധീമത രാമനാമാങ്കിതം ചേദം പശ്യദേവ്യങ്കുലീയകം പ്രത്യയാർത്ഥം തവാനീതം തേന ദത്തം മഹാത്മന സമാശ്വസി ഭദ്രം ദേഷേണ ദുഃഖഫലാഹ്യസേ. പുണ്യവതിയായ ദേവി, ബുദ്ധിമാനായ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായ വാനരനാണ് ഞാൻ. ഭൗതിക്ക് സംശയമാകുന്ന എന്നിൽ ദൃഢവിശ്വാസം ഉണ്ടാക്കുവാനായി മഹാത്മാവായ രാമൻ എൻ്റെ കയ്യിൽ തന്നയച്ച സ്വനാമാങ്കിതമായ ഈ മുദ്രമോതിരം കണ്ടാലും ഭൗതിയുടെ ദുഃഖങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഭൗതിക്ക് ക്ഷേമം ഭവിക്കും. സമാശ്വസിച്ചാലും. ഇത്യുക്ത പ്രദതോ തത്തു സീതായൈ വാനരോത്തമ. വാനരോത്തമൻ ഇങ്ങനെ പറഞ്ഞ ശേഷം മുദ്രമോതിരം സീതയുടെ കയ്യിൽ സമർപ്പിച്ചു. ഗൃഹീത്വാ പ്രേക്ഷമാണ സ ഭർത്തു കരവിഭൂഷണം ഭർത്താരമിവ സംപ്രാപ്ത ജാനകി മുദിതാഭവത്. ജാനകി ഭർത്താവിൻ്റെ കരഭൂഷണമായ മോതിരം വാങ്ങി വളരെ നേരം സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഭർത്താവിനെ നേരിൽ കണ്ടതുപോലെ അവൾ ആനന്ദത്തിൽ ആറാടി. തദസാ ശ്രീമതി ബാലാഭർത്തൃ സന്ദേശഹർഷിത പരിതുഷ്ട പ്രിയം കൃത്വാ പ്രശംസ മഹാകവിം. ഭർത്തൃസന്നിധിയിൽ എന്ന പോലെ അവൾ ലജ്ജാവിവശയായി. ഭർത്തൃവൃത്താന്തം കേട്ട് സന്തുഷ്ടിയായ ദേവി ഏറ്റവും വലിയ ഉപകാരം ചെയ്ത കവിവീരനെ പ്രശംസിച്ചു തുടങ്ങി. വിക്രാന്തസ്ത്വം സമർത്ഥസ്ത്വം രാജ്ഞസ്ത്വം വാനരോത്തമ ഏനേദം രാക്ഷസപദം ത്വയേകേന പ്രദർശിതം. വാനരോത്തമ, ഭവാൻ മഹാപരാക്രമിയും മഹാസമർത്ഥനും അതിബുദ്ധിമാനുമാണ്. അതുകൊണ്ടാണല്ലോ താങ്കൾ ഏകനായി രാക്ഷസസ്ഥാനം ആക്രമിച്ചത്. ശതയോജന വിസ്തീർണ സാഗരോ മകരാലയ വിക്രമശ്ലാഘനീയേന ക്രമദാഗോഷ്പദീകൃത. 100 യോജന വിസ്തീർണമുള്ളതും നഗരമത്സ്യങ്ങളുടെ വാസസ്ഥാനവുമായ സമുദ്രം പരാക്രമശാലി എന്ന് ഏവരുടെയും പ്രശംസയ്ക്ക് അർഹനാകുമാറ് താങ്കൾ ഒരൊറ്റ ചാട്ടത്തിന് തരണം ചെയ്ത് കാലിക്കുളമ്പ് ചാലാക്കിയല്ലോ. അതായത് കാലിക്കുളമ്പ് ചാല് ചാടിക്കടക്കും മട്ടില് നിഷ്പ്രയാസമായിട്ടാണ് ഹനുമാൻ ഭീകരമായ സമുദ്രം ഒറ്റ ചാട്ടത്തിന് തരണം ചെയ്തത് എന്ന് സാരം. നഹിത്വാം പ്രാകൃതം മന്യേ വാനരം വാനരർഷഭ യസ്യതേനാസ്തി തന്ത്രാസ്തു രാവണാന്നാഭിസംഭ്രമ. വാനരശ്രേഷ്ഠ, ഭവാൻ ഒരു സാധാരണ വാനരനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഭവാന് രാവണനെ കുറിച്ച് ഭയമോ പരിഭ്രമമോ ഉണ്ടായില്ല. അർഹതേ ജഗഭിശ്രേഷ്ഠമായ സമഭിഭാഷിതും യദ്യതി പ്രേഷിതസ്തേന രാമേണ വിദിതാത്മന. പരഹൃദയജ്ഞാനിയായ ശ്രീരാമൻ പറഞ്ഞയച്ച ആളാണല്ലോ ഭവാൻ. അതിനാൽ എനിക്ക് സംഭാഷണം ചെയ്യാൻ താങ്കൾ അർഹൻ തന്നെയാണ്. പ്രേഷയിഷ്യതി ദുർദർശോ രാമോ നഹ്യപരീക്ഷിതം പരാക്രമം അവിജ്ഞായ മത്സകാശം വിശേഷത. അജയ്യനായ ശ്രീരാമൻ പരാക്രമശാലി എന്ന് പരീക്ഷിച്ചറിഞ്ഞ ഒരുവനെ മാത്രമേ വിശേഷിച്ചും എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയുള്ളൂ. ദൃഷ്ട്യാ സകുശലീ രാമോ ധർമാത്മാ സത്യവത്സല ലക്ഷ്മണശ്ച മഹാതേജ സുമിത്രാനന്ദവർദ്ധന. ധർമാത്മാവും സത്യതൽപരനുമായ ശ്രീരാമനും സുമിത്രാനന്ദവർദ്ധനും മഹാതേജസ്വിയുമായ ലക്ഷ്മണനും ഭാഗ്യത്താൽ ക്ഷേമത്തോടെ കഴിയുന്നുവല്ലോ. കുശലീ യതികാഗുൽസ്ഥ കിം ന സാഗരമേഖലാം മഹീം ദഹതി ഗോപേന യുഗാന്താഗ്നിർവോത്തിത. കാകുൽസ്ഥൻ കുശലിയാണല്ലോ. അദ്ദേഹം ആഴിചൂഴുന്ന ഈ ഊഴിയെ പ്രളയാഗ്നി ജ്വാല പോലെ കോപത്താൽ ദഹിപ്പിച്ചു കളയുമോ? അഥവാ ശക്തിമന്തോ സുരാണാം അഭിനിഗ്രഹേ മമൈവ ന ദുഃഖാനാമസ്തിവന്യേ വിഭജ്യയ. ദേവന്മാരെ പോലും നിഗ്രഹിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ളവരാണ് അവർ. എന്നാൽ എൻ്റെ ദുഃഖങ്ങൾക്ക് അവസാനമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കച്ചിന്ന വ്യതതേ രാമ കച്ചിന്ന പരിതപ്യതേ ഉത്തരാണി കാര്യാണി കുരുതേ പുരുഷോത്തമ. രാമൻ ധീരനായിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ദുഃഖിക്കാതെ തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിനുള്ള ശ്രമം തുടരുന്നുണ്ടെന്നും ഞാൻ കരുതുന്നു. കച്ചിന്നദീന സംഭ്രാന്ത കാര്യേഷു ജനമുഹ്യതി കച്ചിത് പുരുഷകാര്യാണി കുരുതേ നൃപതേ സുത.
രാജകുമാരനായ രാമൻ ദുഃഖത്താൽ തളർന്നു പോവാതെ ധീരനായിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പരിഭ്രാന്തിയാൽ സ്വകാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചു പോകുന്നില്ലല്ലോ. പൗരുഷത്തോടെ കർത്തവ്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ദ്വിവിധം ത്രിവിധോപായം ഉപായം അഭിസേവതേ വിജിഗീഷു സുഹൃത്കച്ചിൻ മിത്രേഷു ച പരന്തവ. പരന്തവനായ രാമൻ മിത്രങ്ങളോട് സാമദാനങ്ങളും ശത്രുക്കളോട് ദാനഭേദദണ്ഡങ്ങളും സ്വീകരിക്കുന്നില്ലേ? കച്ചിന്മിത്രാണി ലഭതേ മിത്രൈശ്ചാപ്യഭിഗമ്യതേ കച്ചിർകല്യാണമിത്രശ്ച മിത്രൈശ്ച വിപുരസ്കൃത. മിത്രങ്ങൾ ബന്ധുവായി കരുതുന്ന ശ്രീരാമനെ വന്ന് കാണുന്നില്ലേ? അദ്ദേഹം എല്ലാവരെയും മിത്രങ്ങളാക്കുന്നില്ലേ? അങ്ങനെ മിത്ര ജനങ്ങളുടെ ബഹുമാനത്തിന് അദ്ദേഹം പാത്രമാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കച്ചിദാശാസ്തി ദേവാനാം പ്രസാദം പാർത്ഥിവാത്മജ കച്ചേ പുരുഷകാരം ജ ദൈവം ച പ്രതിപദ്യതേ. രാജകുമാരനായ രാമൻ ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും മനുഷ്യപ്രയത്നമെല്ലാം ദൈവാനുഗ്രഹമായി തന്നെ കരുതുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. കച്ചിന്ന വിഗത സ്നേഹോ വിവാസാന്മയി രാഘവ കച്ചിന്മാം വ്യസനാദസ്മാൻ മോക്ഷയിഷ്യതി വാനര. രാജകുമാരനായ രാമൻ ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും മനുഷ്യപ്രയത്നമെല്ലാം ദൈവാനുഗ്രഹമായി തന്നെ കരുതുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. സുഖാനാം ഉചിതോ നിത്യം അസുഖാനാം അനൗചിത ദുഃഖമുത്തരമാസാദ്യ കച്ചിത് രാമോ ന സീദതി. ദുഃഖങ്ങളിൽ നിന്നും വിട്ടകന്ന് സദാ സുഖങ്ങൾ അനുഭവിക്കാൻ അർഹനായ രാമൻ തീവ്ര ദുഃഖത്തിന് അധീനനായി തളർന്നു പോകുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. കൗസല്യായാസ്തദാ കച്ചേ സുമിത്രായാസ്തദൈവജ അഭീഷ്ണം ശൂയതേ കച്ചിത് കുശലം ഭരതസ്യ ജ. കൗസല്യയുടെയും സുമിത്രയുടെയും ഭരതന്റെയും ക്ഷേമവാർത്തകൾ ഇടയ്ക്കിടെ കേൾക്കാറുണ്ടെന്ന് കരുതുന്നു. മന്നിമിത്തേന മാനാർഹ കച്ചിച്ചോഗേന രാഘവ കച്ചിന്നാന്യമനാരാമ കച്ചിന്മാം ധാരയിഷ്യതി. ഞാൻ നിമിത്തം രാമനുണ്ടായിട്ടുള്ള ദുഃഖം ശത്രുവിനോടുള്ള രോഷമായി മാറിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കാര്യത്തിൽ സശ്രദ്ധനായ അദ്ദേഹം എന്നെ ഈ ക്ലേശത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് കരുതുന്നു. കച്ചിത് അക്ഷൗഹിണീം ഭീമാം ഭരതോ ഭാതൃവത്സല ധ്വജിനിം മന്ത്രിഭിർഗുപ്താം പ്രേഷയിഷ്യതി മൽകൃതേ. ഭാതൃവത്സലനായ ഭരതൻ മന്ത്രിമാർ സംരക്ഷിക്കുന്ന കരുത്തുറ്റ അക്ഷൗഹിണിപ്പടയെ എന്നെ മോചിപ്പിക്കാനായി അയച്ചു കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. 21,870 ആന, 65,610 കുതിര, 21,870 തേര്, 1,09,380 കാലാൾ, ഇവ ചേർന്നതാണ് ഒരു അക്ഷൗഹിണി. വാനരാധിപതി ശ്രീമാൻ സുഗ്രീവ ഗച്ഛിദേഷ്യതി മൽകൃതേ ഹരിഭിർവീരേ ഹൃദോദന്തനകായുധേ. വാനരാധിപനായ സുഗ്രീവൻ പല്ലും നഖങ്ങളും ആയുധമാക്കി വാനരവീരന്മാരോടുകൂടി എന്നെ രക്ഷിക്കാനായി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി 26-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.